നമസ്കാരം. മലർന്നു കിടന്ന് തുപ്പരുതെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞത് മുഖവിലക്കെടുക്കേണ്ട കാര്യമാണ്. തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്ന കോൺഗ്രസിനെ ഒന്ന് കരകയറ്റാൻ ചിലർ തീവ്ര ശ്രമം നടത്തുമ്പോൾ ബാലിശമായ കാര്യങ്ങൾ പറഞ്ഞ് വീണ്ടും പാർട്ടിയെ പടുകുഴിയിലേക്ക് ചവിട്ടി താഴ്ത്താനാണ് മറ്റു ചിലർ ശ്രമിക്കുന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണന് ഇസ്പേഡ് 7-ാം കൂലിയുടെ വില പോലും കൽപ്പിക്കാത്ത ചാണ്ടിക്ക് ഉപദേശം കൊടുത്തിട്ട് വലിയ പ്രയോജനമുണ്ടെന്ന് തോന്നുന്നില്ല. കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസിലെ ജീർണാവസ്ഥയാണ് ചാണ്ടി തുറന്നു കാണിച്ചിട്ടുള്ളത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി കോൺഗ്രസിനെയും UDF-നെയും സ്വാഭാവിക മരണത്തിലേക്ക് തള്ളിവിടാനുള്ള നീക്കമാണ് പാർട്ടിയിലെ ഒരു കൂട്ടം പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചാണ്ടി ഉമ്മനെ പാലക്കാട്ടേക്ക് ആരും പ്രത്യേകം ക്ഷണിച്ചില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ പരാതി. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കല്യാണ സദ്യ അല്ലല്ലോ ചാണ്ടി പാലക്കാട് നടന്നത്. കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായിരുന്ന ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളിയിലെ കല്ലറ സന്ദർശിക്കാൻ പാലക്കാട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ രാഹുൽ മാങ്കൂട്ടം എത്തിയിരുന്നു. ആ സമയത്ത് ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടിയെ എല്ലാവരും അവിടെ പ്രതീക്ഷിച്ചിരുന്നു. പുതുപ്പള്ളിയിലെ കോൺഗ്രസ് MLA ആയ താങ്കൾ അവിടെ ഉണ്ടാകണമായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിയർപ്പിന്റെ ഫലം കൂടിയാണ് ചാണ്ടിയുടെ MLA സ്ഥാനമെന്ന ഓർമ്മ വേണമായിരുന്നു. പാലക്കാട് കയ്യുമ്മയും മറന്ന സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടി എല്ലാവരും പണിയെടുക്കുമ്പോൾ ദേശീയ നേതാവായ പ്രിയങ്ക ഗാന്ധിയുടെ മൂട് താങ്ങി വയനാട്ടിൽ നിൽക്കുന്നുള്ളൂ എന്ന് പറഞ്ഞത് ചാണ്ടി ഉമ്മൻ തന്നെയാണ്. തന്റെ പിതാവ് ഉമ്മൻചാണ്ടിക്ക് രോഗം വന്നപ്പോൾ വേണ്ടതെല്ലാം ചെയ്തത് സോണിയാഗാന്ധിയും മക്കളുമാണെന്ന ന്യായവും അന്ന് ചാണ്ടി പറഞ്ഞിരുന്നു. ആയമ്മയുടെ തുരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അമ്മായിയുടെ മക്കളുടെ തിരഞ്ഞെടുപ്പിന് വേണ്ടി മഹാരാഷ്ട്രയ്ക്ക് പുള്ളി വണ്ടി കയറി. വലിയ വിജയം നേടിയാണ് ചാണ്ടി തിരിച്ചു തെക്കോട്ട് ചാണ്ടിയത്. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. താല്പര്യം ഉണ്ടായിരുന്നുവെങ്കിൽ ചാണ്ടിക്ക് പാലക്കാട് നിൽക്കാമായിരുന്നു. പക്ഷെ അതിന് പ്രസ്ഥാനത്തോട് സ്നേഹവും കടപ്പാടും ഉണ്ടാകണം. അതെങ്ങനാ? അപ്പന്റെ ചന്തയിലെ തഴമ്പ് കാണിച്ചുള്ള പ്രവർത്തനമല്ലേ. ഭൂരിഭാഗം പാർട്ടി പ്രവർത്തകർക്കും ചാണ്ടി ഉമ്മന്റെ പ്രവർത്തികൾ അത്രയ്ക്ക് അങ്ങോട്ട് രസിക്കുന്നില്ല എന്നാണ് അറിയുന്നത്. കാരണം ചില സമയത്ത് ചാണ്ടിക്ക് താൻ ഉമ്മൻചാണ്ടിയാണ് എന്ന തോന്നലുണ്ടാകും. അമ്മാതിരിയാണ് പ്രവർത്തികൾ. ഉമ്മൻചാണ്ടിയെ സ്നേഹിച്ചവരും നേതാവായി അംഗീകരിച്ചവരും വിയർപ്പൊഴുക്കി ചാണ്ടിയെ ജയിപ്പിച്ചപ്പോൾ അത് ചാണ്ടിയുടെ പ്രവർത്തനത്തിലുള്ള അംഗീകാരമല്ല, മറിച്ച് ഉമ്മൻചാണ്ടിയോടുള്ള ഉപകാര സ്മരണയായിരുന്നു. അതായത് ചാണ്ടി തന്റെ MLA സ്ഥാനം ഉമ്മൻചാണ്ടി എന്ന നേതാവിനോടുള്ള പ്രവർത്തകരുടെ സ്നേഹവും ജനങ്ങളുടെ ഹൃദയത്തിലുണ്ടായ സഹതാപ തരംഗത്തിന്റെ ഫലവുമാണ്. അല്ലാതെ തനിക്ക് സ്വന്തമായി എന്താണ് അവകാശപ്പെടാനുള്ളത്? പാലക്കാട്ടേക്ക് ക്ഷണക്കത്ത് അയച്ചിട്ടില്ല എന്ന് പറയുന്ന ചാണ്ടി പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് സ്ഥാനാർത്ഥിയെ കാണാനെത്തിയ KPCC പ്രസിഡന്റിന്റെ മണ്ഡലം മുഴുവൻ ഓടിച്ച കഥ ഇന്നും പാട്ടാണ്. തിരുവനന്തപുരത്ത് നിന്ന് അപ്പന്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്രയിൽ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ച ചാണ്ടി തന്റെ ബുദ്ധി മറ്റാർക്കും മനസ്സിലായിട്ടില്ല എന്ന് വിചാരിക്കരുത്. തികഞ്ഞ അച്ചടക്കത്തോടും ആത്മവിശ്വാസത്തോടും കൂടി പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൽ ചുക്കാൻ പിടിച്ച VD സതീശനെ അവഹേളിക്കാൻ വേണ്ടി ആരുടെ അച്ചാരം വാങ്ങിയിട്ടാണ് ചാണ്ടിയുടെ ഇപ്പോഴത്തെ കളി? ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. ചാണ്ടി എത്ര മുക്കിയാലും ഉമ്മൻചാണ്ടി ആകില്ല എന്ന സത്യം. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് താങ്കൾ തള്ളിയ വിഡ്ഢിത്തരങ്ങളൊന്നും നാട്ടുകാർ മലയാളികൾ മറന്നിട്ടില്ല. മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളിൽ അപ്പൻ ഒരു മഹാസംഭവമായിരുന്നു എന്നല്ലേ ചാണ്ടി തള്ളിയത്? പഞ്ചായത്തുകൾ തോറും പഞ്ചായത്ത് ഓഫീസുകളിലും കൃഷി ഓഫീസുകളിലും പിന്നെ KSFയുടെ ബ്രാഞ്ചുകളും ഉണ്ടാക്കി എന്നതാണ് ഉമ്മൻചാണ്ടിയുടെ വികസനത്തിന്റെ മാർഗരേഖ. മണ്ഡലത്തിന്റെ ചാരിത്രം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നേരെ ചൊവ്വെ ഒരു റോഡ് പോലും പണിയാൻ അദ്ദേഹം അനുവദിച്ചിരുന്നില്ല. കത്തോലിക്കക്കാരോടുള്ള വിരോധം മൂലം അസമയത്ത് ഹാഗിയ സോഫിയ എടുത്തിട്ട് അലക്കിയതും മറക്കാനാകില്ല. ഇത്രയും ദയനീയമായ സാഹചര്യത്തിലാണ് പുതുപ്പള്ളിയിൽ നിന്ന് വലിയ ഭൂരിപക്ഷത്തോടു കൂടി താങ്കൾക്ക് ജയിക്കാനുള്ള സാഹചര്യം സതീശനും മറ്റു പ്രവർത്തകരും ഉണ്ടാക്കി തന്നത്. അല്ലാതെ ചാണ്ടിയുടെ മിടുക്ക് കൊണ്ടല്ല. K കരുണാകരനെ പോലെ പ്രഗത്ഭനായ കോൺഗ്രസിലെ ഒരു ഭരണാധികാരിയെ കുത്തിവീഴ്ത്തി മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിക്ക് അന്ന് അതിനുള്ള പ്രാപ്തി ഉണ്ടായിരുന്നു. കരുണാകരനെ മാത്രമല്ല, R ബാലകൃഷ്ണപിള്ള, TM ജേക്കബ്, ഒടുവിൽ KM മാണി തുടങ്ങിയ ഘടകകക്ഷികൾ നേതാക്കളെ എല്ലാം അവമാനിച്ച് ഒതുക്കി വീട്ടിലിരുത്തേണ്ട ഉത്തരവാദിത്വവും ഉമ്മൻചാണ്ടിക്ക് തന്നെയാണ്. ഒടുവിൽ ആ അപ്പനും കിട്ടിയില്ലേ 8ന്റെ പണി. അപ്പൻ പോയ വഴിയെ ചാണ്ടി പോകാൻ ശ്രമിക്കണ്ട. കാരണം മകന് അതിനുള്ള പ്രാപ്തി ആയിട്ടില്ല. കുറച്ചുകൂടി മൂക്കാനുണ്ട്. തൊഴുത്തിൽ കുത്ത് മേച്ചിൽ പുറത്ത് വേണ്ട എന്ന് തന്നെയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞത്. ഒരു മുതിർന്ന നേതാവിന് പുതുതലമുറയിലെ ഒരാൾക്ക് നൽകാവുന്ന ഏറ്റവും നല്ല ഉപദേശം. അതുകൊണ്ട് കേരളം ചാണ്ടിയുടെ സ്വകാര്യ സ്വത്താണ് എന്ന ചിന്താഗതി മാറ്റിയിട്ട് മണ്ഡലത്തിൽ പണിയെടുക്കുക. നല്ലവണ്ണം വിയർപ്പൊഴുക്കി അധ്വാനിച്ചാൽ മാത്രമേ
ആ കസേരയിൽ തുടരാനാകൂ. അല്ലാതെ അപ്പന്റെ ചന്തയിലെ തഴമ്പിന്റെ ബലത്തിൽ ഇനി മുന്നോട്ട് പോകാനാകില്ല. സ്വന്തം ചന്തയിൽ തഴമുണ്ടാക്കാൻ നോക്കും. അല്ല ചാണ്ടി, ഒരു കരക്കവി പരക്കുന്നുണ്ടല്ലോ, സർവ്വമത സമ്മേളനത്തിൽ നിന്നും പറഞ്ഞ് ഒരു വണ്ടി ആളുകളുമായി ചാണ്ടി വത്തിക്കാനിലേക്ക് പോയെന്നും കൊണ്ടുപോയവരിൽ കുറച്ചുപേർ തിരിച്ചെത്തിയിട്ടില്ലെന്നും അവരിൽ ചിലർ റോമിന് പുറത്ത് മലയാളി ഹോട്ടലുകളിൽ പനി അന്വേഷണം നടക്കുന്നുണ്ടോ എന്നൊക്കെ ശരിയാണോ? എന്തായാലും കരക്കമ്പിയുടെ പിന്നാമ്പുറം തേടി കോൺഗ്രസിലെ ചിലർ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. സൂക്ഷിച്ചോ, ചാണ്ടിയുടെ മേൽ മനുഷ്യക്കടത്ത് ആരോപണം ഉണ്ടായേക്കും. അങ്ങനെയാണെങ്കിൽ MLA സ്ഥാനം ഗോവിന്ദ. ഒരാളെ പരസ്യമായി അപമാനിക്കുകയാണ് അയാളെ ഇല്ലാതാക്കാനുള്ള ഏറ്റവും നല്ല വഴിയെന്ന് അപ്പൻ തന്നെ കോൺഗ്രസുകാരെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പന്റെ കളരിയിലെ ശിഷ്യന്മാർ ചിലപ്പോൾ വിദ്യ മകനെതിരെ പ്രയോഗിക്കും. സൂക്ഷിച്ചോ.